ഇതാ ഞാൻ പറഞ്ഞു, നിങ്ങൾ വരി. ഏതോ ഒരു ടീം നിങ്ങളെ കൂട്ടത്തേക്ക് പോകുന്നു എന്നാ കാര്യമായിട്ട് പറഞ്ഞു. പണ്ട് സംവാദമൊക്കെ നടത്തിയ പലരും ഇപ്പം ഞങ്ങളെ വാദത്തിലാണെന്നാണ് ഫൈസൽ മൗലവി പറയുന്നത്. അപ്പം നിങ്ങൾ വിചാരിച്ച് ഇനി സുഖമായിട്ട് ഇവിടെ നബിദിനാഘോഷം അനിസ്ലാമികാന്ന് തെളിയിക്കാന്നോ? മശായിഖന്മാരുടെ മക്കൾ ഇവിടെയുണ്ട്. കിതാബുമായി വരൂ മൗലവിമാരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനാഘോഷത്തിൽ സന്തോഷിക്കൽ സുന്നത്താണെന്ന് വളരെ ശക്തമായി പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് തെളിയിക്കാൻ ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഏത് മുജാഹിദിനും വരാം, പുതിയ മുജാഹിദുകൾക്കും വരാം. നിങ്ങളെല്ലാവരും കൂടി മിങ്കിളായിട്ട് വന്നാലും കുഴപ്പമില്ല. കണ്ടോ നിങ്ങൾ, ഇതൊക്കെ തദ്കിറത്തുൽ മുഹിബ്ബീൻ ശർഹു അസ്മാഇ സയ്യിദുൽ മുർസലീൻ. ആരതാ കിതാബ്? ഷെയ്ഖ് അബു അബ്ദുല്ലാ മുഹമ്മദ് ബിൻ ഖാസിം അർ-റസ്സാഖ്, ഹിജറ 894 വഫാത്ത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള മഹാന്മാരല്ലേ. അവരതാ റസൂലുള്ളാഹിന്റെ ജന്മദിനം വന്നാൽ ആ ദിവസം എങ്ങനെ ആഘോഷിക്കണമെന്ന് പറഞ്ഞു തരികയാണ്. ചിലർ പറയും റസൂലുള്ളാഹിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം എങ്ങനെയെന്ന് ഒറ്റ കിതാബിനും പറഞ്ഞിട്ടില്ല എന്നാ പറയാ. നാ കേട്ടോ, മിൻ ആദാബിൽ മുഹിബ്ബി ലിഹാദൻ നബിയ്യി ശരീഫ് അൻ യകൂന മുഅല്ലിമൻ ലിലൈലത്തി മീലാദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനിച്ച രാത്രി, അതൊരുത്തം സുബീന്റെ ശേഷമാക്കാൻ നോക്കുന്നുണ്ട്, അതിലേക്കാൻ വരാം. സുബിഹിയോട് തൊട്ടടുത്ത സമയത്താണ് ആര് ജനിക്കുന്നത്? അഷ്റഫുൽ ഖൽഖ് മുത്തു റസൂൽ. ആ റസൂലുള്ള ജനിച്ച രാത്രിയെ ബഹുമാനിക്കണം. ഹബീബായ തങ്ങളെ മഹബ്ബത്ത് വെക്കുന്നവൻ വലിൽ യൗമില്ലദീ അൽഹറല്ലാഹു ഫീഹി അൽ ആഖിബ ലി അംബിയാഇഹി. എല്ലാ അംബിയാക്കൾക്കും, എല്ലാ മുർസലീങ്ങൾക്കും, എല്ലാ അംബിയാക്കൾക്കും ഖാത്തിമായി വന്ന മുഹമ്മദുർ റസൂലുള്ളാഹി. വഹിയ ലൈലത്തു സാനിയ അശറ മിൻ റബീഉൽ അവൽ. റബീഉൽ അവൽ 12-നാണ് ആ മഹത്തായ രാത്രി എന്നിങ്ങനെ പറഞ്ഞിട്ട് കേട്ടോ. ഫയംബഗി ലികുല്ലി ശായിഖിൻ വമുഹിബ്ബിൻ അൻ യുദ്ഹിറ സുറൂർ. ആ രാത്രിയിൽ, ആ പകലിൽ പ്രത്യേകമായി സന്തോഷം പ്രകടിപ്പിക്കണം. വൽ ബിശാറ ഫീ തിൽക്കൽ ലൈല വസബീഹതിഹാ. അതിന്റെ പ്രഭാതത്തിൽ പ്രത്യേകിച്ചും വയുമത്തിഅ ഔലാദഹു വഅഹ്ലഹു ബിമാ അംകന ബിഹി ലിഹുസൂലി ബറകത്തിഹാ. അന്ന് മക്കൾക്കും കുടുംബങ്ങൾക്കും ഭാര്യക്കും ഒക്കെ നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കണം, നല്ല ഭക്ഷണം കൊടുക്കണം. കണ്ടോ, യുദ്ഖില സുറൂറ അലൈഹിം, അവരെ സന്തോഷിപ്പിക്കണം.